പത്തനംമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജലജയുടെ മകള് അനന്തപുരിയിൽ എത്തുന്നുണ്ട്. പക്ഷേ അനന്തപുരിക്കാരുടെ ശത്രുക്കളുടെ വാക്കുകളും അവർക്കനുസരിച്ച് പ്രവർത്തിക്കാനുമാണ് അവന്തിക അങ്ങോട്ടേക്ക് എത്തുന്നത്. പക്ഷേ അത് അനന്തപുരിയുള്ളവർ അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ അവന്തിക അവിടെയുള്ള എല്ലാവരെയും കയ്യിലെടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് മുത്തശ്ശനെയും അതുപോലെ നയനയെയും ദേവയാനിയെയും അവരെ കയ്യിലെടുത്താലേ കാര്യങ്ങൾ സ്മൂത്തായി പോവുകയുള്ളൂ എന്നുള്ളത് അവന്തിക മനസ്സിലാക്കുകയാണ്. അങ്ങനെ വന്നിറങ്ങിയ സമയത്ത് തന്നെ ദേവയാനിയും നയനയും ആയിരുന്നു മുന്നിലുണ്ടായിരുന്നു. അങ്ങനെ അവരെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ട് എന്തൊക്കെ വിശേഷം എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് മുത്തശ്ശൻ്റെ അടുത്തോട്ട് പോവുകയാണ്. അങ്ങനെ ആ അവന്തികയുടെ ആ ഒരു ബഹുമാനവും തൊഴുത് കൊണ്ട് കാലിൽ നിന്ന് അനുഗ്രഹം വാങ്ങിക്കുന്നതൊക്കെ നയനക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടമാവാണ്. എന്നിട്ട് ദേവയാനിയോട് പറയുന്നുണ്ട്, അപ്പച്ചിയുടെ മകൾ അപ്പച്ചിയെ പോലെ ഒന്നല്ലല്ലോ, കുറച്ച് ഈശ്വരാധീനമൊക്കെ ഉള്ള കുട്ടിയാണെന്ന് തോന്നുന്നു. കാലിൽ വീണ് അനുഗ്രഹമൊക്കെ വാങ്ങിയത് കണ്ടില്ലേ, അതുകൊണ്ട് അമ്മയും മകനും പറഞ്ഞ അനുസരിച്ചല്ല അവള് നടക്കുന്നത്. അവൾക്ക് വ്യക്തമായിട്ടുള്ളൊരു തീരുമാനമുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ലല്ലോ പ്രതികരിക്കുക. എന്തായാലും അവരെ ചൊൽപ്പടി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മ എന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, എന്തായാലും വന്ന പാടെ നമ്മൾ ഒരാളെ വിശ്വസിക്കാനൊന്നും പോകണ്ട, ജലജയുടെ മകളല്ലേ, അപ്പോൾ രണ്ട് വശത്തു നിന്നും നമ്മൾ ചിന്തിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നയന പറയുന്നുണ്ട്, അത് അമ്മ പറഞ്ഞത് ശരിയാണ്, എന്തൊക്കെ പറഞ്ഞാലും അവർ അമ്മയും മകളും ആണ്, ഏതായാലും നോക്കാം, നമുക്ക് എന്തായാലും ശ്രദ്ധിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് മുത്തശ്ശനെ കാണാൻ പോയിട്ട് മുത്തശ്ശൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, നിന്നിലാണ് ഞങ്ങളുടെ ആകെ പ്രതീക്ഷയുള്ളത്, നിൻ്റെ അമ്മയും നിൻ്റെ ഏട്ടനും ഒക്കെ കൂടെ ഇവിടെ നടത്തിയ കാര്യങ്ങളൊക്കെ എന്തായാലും നീ അറിഞ്ഞു കാണും. എന്തായാലും ആ ഒരു ഗണത്തിലേക്ക് നീ പോകരുത് എന്നുള്ളൊരു ഇത് ഞങ്ങൾക്കുണ്ടായിരുന്നു മോളെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ നല്ല കുട്ടിയായിട്ട് തന്നെ ഇവിടെ നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ആ സമയത്ത് അവന്തിക പറയുന്നുണ്ട്, അതൊക്കെ എനിക്കറിയാം മുത്തശ്ശാം, എൻ്റെ അമ്മയും എൻ്റെ ഏട്ടനുമായി പോയില്ലേ, പിന്നെ അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കൊന്നും ഞാൻ കൂട്ട് നിൽക്കത്തൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നിട്ട് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയൊക്കെ പ്രീതി പിടിച്ച് പറ്റുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മുടെ അവന്തിക അനന്തപുരിയിൽ എത്തിയതിന് ശേഷം ആൻജൽ ജ്വല്ലറിയിലുള്ള എം ഡിയെ കാണാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അയാൾ പറയുന്നുണ്ട്, എങ്ങനെയുണ്ടായിരുന്നു നിൻ്റെ ഫസ്റ്റ് എൻട്രി, അവരെല്ലാവരും വിശ്വസിച്ചോ, വിശ്വാസം കയ്യിലെടുക്കാൻ നിന്നെക്കൊണ്ട് പറ്റിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവരെ വിശ്വാസം കയ്യിലെടുക്കാൻ ഒരു പ്രയാസമില്ല, ഒന്ന് കാലിൽ തൊഴുത് വീണാൽ മതി, ഇനി നാളെ മുതൽ പൂജാമുറിയിലും കയറിയാൽ അവൾക്ക് തൃപ്തിയാകും, ഒറ്റയടിക്ക് ഫ്ലാറ്റായിട്ട് എൻ്റെ മുന്നിൽ വീഴും. ആ നയനയും മുത്തശ്ശനും മുത്തശ്ശിയല്ല, അവർക്കൊക്കെ ദൈവം എന്ന് വെച്ചാൽ ഭയങ്കര കാര്യമാണ്, അതിൽ തന്നെ ഞാൻ കയറി പിടിച്ചിട്ട് അവരെ ഇട്ട് വട്ടം കറക്കും ഞാൻ. എന്തായാലും ഞാനാണ് ഇതിൻ്റെ പിന്നിലെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിലായിരിക്കും എൻ്റെ കളികൾ നടക്കാൻ പോകുന്നത്. സാറ് പറഞ്ഞതനുസരിച്ച് ഞാൻ ഓരോ കാര്യങ്ങളും അവിടെ ചെയ്തോളാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആ ഒരു ആൻജലറിൻ്റെ എം ഡി പറയുന്നുണ്ട്, എൻ്റെ ശത്രുവാണ് അവരെ എനിക്ക് ഏറ്റവും താഴെ തട്ടിലുള്ളതിൽ എത്തണം, കാരണം കോമ്പറ്റീഷനിൽ ഒരുപാട് വെല്ലുവിളിച്ച ആളാണ് നിൻ്റെ മുത്തശ്ശൻ, അവരുടെ അടിയുടെ പതനം എനിക്ക് കാണണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ ചില രേഖകളും കാര്യങ്ങളുണ്ട്, അവർക്ക് ചില ട്രിക്കുകളൊക്കെ ഉണ്ട് മുന്നിലെത്താൻ വേണ്ടിയിട്ട്. ആ ട്രിക്കുകൾ എന്താണ് എന്നുള്ളത് നമുക്ക് കണ്ടെത്തണം, അതിനാണ് നീ എന്നെ സഹായിക്കേണ്ടത്. അതിൽ ചില ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ അവരുടെ ലോക്കറിലുണ്ടാവും, അത് എവിടെ നിന്നാണെന്നുള്ളത് കണ്ടെത്തിയിട്ട് എനിക്ക് അതിൻ്റെ ഒരു കോപ്പി എടുത്ത് തരികയോ അല്ലെങ്കിൽ അതന്നെ എത്തിച്ച് തരികയോ നീ ചെയ്യണം, അതാണ് നിൻ്റെ ടാസ്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ടാസ്കൊക്കെ ഞാൻ ചെയ്തോളാം, പക്ഷേ സാർ തരാമെന്ന് പറഞ്ഞ കാര്യം അത് മറക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ മറക്കത്തില്ല, എന്തായാലും നീ നിൻ്റെ ജോലി തുടങ്ങിക്കോ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ എൻ ജ്വല്ലറിക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ അവന്തിക അനന്തപുരിയിൽ എത്തുന്നത്. പക്ഷെ അത് അനന്തപുരിയിലുള്ളവർ അറിയുന്നുണ്ടായിരുന്നില്ല. എന്തായാലും നയനയുടെ മുമ്പിൽ ഇതൊക്കെ നടക്കുമോ എന്നുള്ളത് നോക്കാം, കാരണം എല്ലാവരെയും പൊളിച്ചടക്കുന്ന ഒരു ബുദ്ധിമതിയായ പെൺകുട്ടിയാണല്ലോ നമ്മുടെ നയന, അതുകൊണ്ട് ഇനി എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാണാം.